മലപ്പുറം ജില്ലയിലെ ജനങ്ങളെ ഇടതുപക്ഷം അപമാനിക്കുകയാണെന്നും ചരിത്രത്തിലുടനീളം മലപ്പുറം ജില്ലയോട് അതാണ് അവരുടെ സമീപനമെന്നുമാണ് ഇപ്പോൾ സതീശനും ലീഗും പറയുന്നത്. ശരിക്കും അങ്ങനെയാണോ? ആരാണ് മലപ്പുറം ജില്ലയെ അതിന്റെ രൂപീകരണത്തെ പോലും എതിർത്തുകൊണ്ട് മുന്നോട്ട് വന്നത്? കോൺഗ്രസും ലീഗും ആ ചരിത്രമൊക്കെ സൗകര്യപൂർവ്വം അങ്ങ് മറന്നതാകും. എന്നാൽ അതൊന്ന് ഓർമ്മിപ്പിച്ചേക്കാം. 1967 നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നു. ആദ്യമായി ലീഗ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അടങ്ങുന്ന സപ്തകക്ഷി മുന്നണിയുടെ ഭാഗമായി മത്സരിക്കുന്നു. ലീഗ് 14 സീറ്റ് നേടുന്നു. കോൺഗ്രസ് ചരിത്രത്തിൽ ആദ്യമായി ഒറ്റയക്കത്തിലേക്ക് ചുരുങ്ങുന്നു, 9 സീറ്റ്. വൻ ഭൂരിപക്ഷത്തിൽ EMS നമ്പൂതിരിപ്പാടിന്റെ നേതൃത്വത്തിൽ സപ്തകക്ഷി മുന്നണി അധികാരത്തിൽ വരുന്നു. കോൺഗ്രസ് സ്വന്തം പാർട്ടിയിൽ നിന്ന് രാജിവെപ്പിച്ച് അപമാനിച്ച സ്പീക്കറാക്കി, പിന്നീട് അപമാനിച്ച് പുറത്താക്കിയ CH മുഹമ്മദ് കോയ വിദ്യാഭ്യാസ മന്ത്രിയാകുന്നു. ലീഗിൽ നിന്ന് രണ്ടാമത്തെ മന്ത്രിയായി അഹമ്മദ് കുരുക്കളും സത്യപ്രതിജ്ഞ ചെയ്യുന്നു. ഈ സർക്കാരിന്റെ കാലത്താണ് EMS മലപ്പുറം ജില്ല രൂപീകരിക്കാനുള്ള നിർദ്ദേശം മുന്നോട്ട് വയ്ക്കുന്നത്. എന്നാൽ കേരള മുസ്ലിങ്ങളുടെ ആകമാനമുള്ള സാമൂഹ്യ സാംസ്കാരിക സാമ്പത്തിക പുരോഗതിയിൽ വലിയ പങ്കുവഹിച്ച ആ നിർദ്ദേശത്തെ കോൺഗ്രസ് അടിമുടി എതിർക്കുന്നു. മലപ്പുറം ജില്ലാ രൂപീകരണത്തെ എതിർത്ത 2 പാർട്ടികളെ ഉണ്ടായിരുന്നുള്ളൂ, ഒന്ന് കോൺഗ്രസും മറ്റൊന്ന് ജനസംഘവും. അന്ന് മലപ്പുറം ജില്ലാ രൂപീകരണ വിരുദ്ധ ജാഥ എന്ന പേരിൽ ജാഥ നടത്തിയവരായിരുന്നു കോൺഗ്രസ്. മറ്റൊരു ജില്ല രൂപീകരിക്കുമ്പോഴും ഉണ്ടാകാത്ത എതിർപ്പാണ് മലപ്പുറം ജില്ല രൂപീകരിക്കുമ്പോൾ അന്ന് ഉണ്ടായത്. ജനസംഘത്തിന്റെ ആഹ്വാനപ്രകാരം ഉത്തരേന്ത്യയിൽ നിന്നടക്കം ആളുകൾ മലപ്പുറത്തെത്തി പ്രതിഷേധം നടത്തി. ആര്യാടൻ മുഹമ്മദാണ് അന്ന് ജില്ലാ രൂപീകരണത്തെ ശക്തമായി എതിർത്ത് മുന്നോട്ട് വന്നതെന്ന് ചരിത്രം പരിശോധിച്ചാൽ കാണാം. മലപ്പുറം കുട്ടി പാകിസ്ഥാൻ ആകുമെന്ന് പറഞ്ഞാണ് അന്നത്തെ കോഴിക്കോട് DCC സെക്രട്ടറി ആയിരുന്ന ആര്യാടൻ മുഹമ്മദ് ഉപവാസ സമരമടക്കം നടത്തിയത്. ആര്യാടനൊപ്പം കോൺഗ്രസിന്റെ സമുന്നത നേതാക്കളായ K കേളപ്പനും KP കേശവമേനോനുമാണ് മലപ്പുറം ജില്ലാ രൂപീകരണത്തെ വിഷലിപ്തമായ വർഗീയത കൊണ്ട് നേരിടാൻ ശ്രമിച്ചത് എന്ന് ഓർക്കണം. ജില്ല പ്രഖ്യാപിച്ച ദിവസം K കേളപ്പന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ ജാഥ നടത്തി. മലപ്പുറത്തെ മാപ്പിളസ്ഥാൻ എന്നായിരുന്നു K കേളപ്പൻ അന്ന് വിളിച്ചിരുന്നത്. മതപരമായ സ്പർദ്ധ ഉണ്ടാകാനുള്ള സാഹചര്യങ്ങൾ വിളിച്ചു വരുത്തുകയായിരുന്നു അന്നത്തെ കോൺഗ്രസ് ചെയ്തത്. എന്നാൽ EMSന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് നയപരമായ പ്രശ്നത്തെ നേരിട്ടു. മുസ്ലിം സമുദായത്തിന്റെ ഇന്നത്തെ പല പുരോഗതിയുടെയും കാരണമായ മലപ്പുറം ജില്ലയെ കോൺഗ്രസ്കാരിൽ നിന്ന് രക്ഷിച്ചെടുത്തത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്.